എന്താ സുധീഷിത്? വാതിൽ തുറന്നെടുക്കുന്ന കാണാൻ പാടില്ലേ? ഈ മുറിയെ പോലെ തുറന്ന മനസ്സാണ് എന്റേത്. പല്ലവിക്ക് വേണമെങ്കിൽ അടച്ചോളൂ. എന്നെ താഴെ ഇരിക്കുന്നേ. അയ്യോ, എനിക്ക് ബാത്റൂമിൽ പോണം. എന്നാ പോ. ആ ടവലൊന്നെടുത്തേ. എടുത്താ മതിയോ? തരണ്ടേ? എറിഞ്ഞു തന്നാ മതി. എന്നാ എന്റെ പല്ലവി ഇന്നു മുതൽ അടിപൊളി ഡ്രസ്സേ ധരിക്കാവൂ. അയ്യോ, ഞങ്ങള് പാവപ്പെട്ടവരാ. ഓ, പാവപ്പെട്ടവരായതുകൊണ്ടായിരിക്കും നിങ്ങളുടെയൊക്കെ പേര് പായിൽ തുടങ്ങിയത്. മൂത്ത ചേച്ചി പാർവതി, അടുത്തത് പത്മിനി, ഇത് പല്ലവി. അപ്പോ സുധീഷ് സുന്ദരനായതുകൊണ്ടായിരിക്കും സൂവിൽ തുടങ്ങിയത്. ജോലിക്കാർ വന്നില്ലേ? ജോലിക്കാരല്ല, ഓഫീസർമാരാ. 9 മണിക്കേ വരൂ. അല്ല, മോഹി ജോലിക്കൊന്നും ശ്രമിക്കുന്നില്ലേ? എനിക്കത്ര പഠിപ്പൊന്നുമില്ല. പിന്നെ അച്ഛനും അമ്മയും രാഷ്ട്രീയക്കാരാ. കുറെ കഴിയുമ്പോ എന്നെ ഒരു MLA ആക്കും, പിന്നെ ഒരു മന്ത്രിയും. എന്നിട്ട് എന്ത് ചെയ്യും? ഞാൻ MLA ആയാൽ ആദ്യം തന്നെ പാർവതിയുടെ ഫാസ്റ്റ് ഫുഡ് കട ഒരു 5 സ്റ്റാർ ഹോട്ടലാക്കും. പിന്നെ ആ ഹോട്ടലിലെ ആദ്യത്തെ ചടങ്ങ് നമ്മുടെ കല്യാണമായിരിക്കും. മോഹിയുടെ മോഹങ്ങൾ കൊള്ളാം. എന്റെ മോഹങ്ങൾ പൂവണിയും. പാർവതി നോക്കൂ. എന്തൊരു സുഖം, എന്ത് സമാധാനം. ഇതാണ് ജീവിതം, പൊരുത്തമുള്ള ജീവിതം. അവസാനം വരെ എന്റെ കൂടെ ഉണ്ടാവില്ലേ? എന്റെ അവസാനം മോഹിയുടെ മടിയിലായിരിക്കും. മോഹി, എടാ മോഹി. അമ്മയ്ക്ക് ഈ സമയത്ത് വിളിക്കാൻ തോന്നില്ലോ. എന്റെ സ്വപ്നം നടക്കുവോ? എന്തെല്ലാം എതിർപ്പുണ്ടായാലും ഞാൻ പാർവതിയെ തന്നെ കല്യാണം കഴിക്കും. നീ എവിടെ എന്തെടുക്കുവാ? ആ ഫോൺ ഒന്ന് അറ്റൻഡ് ചെയ്യ്. എന്ത് നല്ല സ്വപ്നമായിരുന്നു. ഒരു ഫോൺ വരാൻ കണ്ട നേരം. അല്ലടാ, നിന്റെ മുതലാളിച്ച് ഇനിയും എത്തിയില്ലേ? അന്ന് കിട്ടിയത് പോരായിരിക്കും. എന്തോ ഇന്നും കൊണ്ടേ പോകുന്ന തോന്നുന്ന. ഓ, വല്ലതും പറഞ്ഞോ? എടാ, ആണുങ്ങളെ വരട്ടാൻ മാത്രം പഠിച്ചാ പോരാ. സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങളെ നിലയ്ക്ക് നിർത്താൻ കൂടെ കഴിയണം. അവര് 3 പേരും നല്ല നിലയിൽ തന്നെ കഴിയുന്നത്. അതങ്ങനെയാണ്. ഓരോരുത്തരും പൂളിങ്കൊമ്പിലല്ലേ കയറി പിടിച്ചേക്കണത്. എന്റെ പൊന്നു വാസു, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ചേച്ചി ഇപ്പൊ വരും, നിർത്ത. ചേച്ചി കേട്ട എനിക്കെന്താ? ആ പത്മിനി ഉണ്ടല്ലോ, കറിയാച്ച മുതലാളിയുടെ മകനുമായിട്ട് പ്രേമത്തിലാ. ആണും പെണ്ണും തമ്മിൽ പ്രേമിക്കൂടാ, അല്ലാതെ പട്ടിയും പൂച്ചയും കയറി പ്രേമിക്കാൻ പറ്റുമോ? അല്ല, ഞാൻ കേട്ടത് പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇത്തരം കാര്യങ്ങള് മേലിൽ ഇവിടെ ഇരുന്ന് പറഞ്ഞു പോകരുത്. വേഗം കഴിച്ചിട്ട് പോ. ഷെരീഫേ, ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരാം. ബാഗിങ് എടുത്തേ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെയിറ്റ് ചെയ്യാതെ പോകുന്നെന്താ? വേണ്ട ബിനോയ്, നമുക്കെല്ലാം മറക്കാം. എന്താ ഉണ്ടായെന്ന് പറ. ഇന്നലെ ബിനോയുടെ അപ്പച്ചന്റെ ആൾക്കാര്
കടയിൽ വന്ന് ബഹളം ഉണ്ടാക്കി. ചേച്ചി എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. അപ്പച്ചന്റെ സമ്മതം ചോദിച്ചിട്ടല്ല ഞാൻ പത്മിനിയെ സ്നേഹിച്ചത്. താൻ ചേച്ചിയോട് അനുവാദം ചോദിച്ചിരുന്നോ? മാനമായി ജീവിക്കാൻ ആരും സമ്മതിച്ചില്ലെങ്കിൽ ഈ നാട് ഞാൻ വേണ്ടെന്ന് വെക്കും. 2 വയറ് പോറ്റാനുള്ള പഠിപ്പും പണവും എന്റെ കയ്യിലുണ്ട്. ഒരാവേശത്തിന് നമുക്ക് പലതും തോന്നും. അത് ശരിയായിക്കൊള്ളണമെന്നില്ല. അവസാനത്തെ കുറിച്ച് ചിന്തിച്ചാൽ ഒന്നും ഇവിടെ ആരംഭിക്കില്ല. എന്ത് നേരിടാൻ ഞാൻ തയ്യാറാണ് പപ്പിക്ക് വേണ്ടി. ഏയ്, എന്താ സുധീഷ് ഇത്? സുധീഷ് വരയ്ക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഛെ, വേണ്ട കളാ. ശ്ശോ. പെണങ്ങല്ലടാ, ഈ ഡ്രസ്സിൽ നിനക്ക് ഒരു കോളേജ് വീട്ടിയുടെ ലുക്ക് ഉണ്ട്. പോരാ. പോരെ? പോരാ? ഒരു ക്യാമ്പസ് ക്യൂനായാലോ? ഏ, മതിയോ? മതി മതി. കൂടുതലായാലേ ആരാധകർ കൊത്തിപ്പറിക്കും. ഞാനെന്താ മാമ്പഴമാണോ? ആ, മാമ്പഴക്കൂട്ടത്തിൽ മൽകുകയാണു നീ, മാസങ്ങളിൽ നല്ല കന്നിമാസം. എന്താ വീടൊക്കെ ഇഷ്ടമായോ? ഈ വീട്, അമ്മായി, അമ്മാവൻ, എനിക്ക് എല്ലാരും വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോ എന്നെയും